ഈ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് ഒരു പാസേജ്. പ്രേമദാസന്മാരുടെ ഓപ്പറേഷനെ കുറിച്ചുള്ള നേരെ ഒരുപാടായി കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ എഴുന്നേറ്റ് സംശയത്ത് ഈ അബ്ഡോമന്റെയും സ്റ്റൊമക്കിന്റെ ഇടയിൽ ഒരു പണ്ണം കട്ട. ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ തുടങ്ങിയതാ ഒരു അബ്ഡോമനും സ്റ്റൊമക്കും. അയ്യോ, ചക്കപ്പോത്ത് പോലെയുള്ള ഉറക്കം. ഗോദറേജിന്റെ താഴെ വേണ്ട പണ്ടാരോ ഡബിൾ ലോക്ക്. കുറച്ച് ഡീസൽ അടിച്ചു മാറ്റാൻ വേണ്ടി ഇന്നലെ രാത്രി കയറിയതാ, കുടുങ്ങിപ്പോയി. നല്ല കാലം ദൈവം എന്നോട് എത്തിച്ചത്. ഇല്ലെങ്കിൽ ഇതിനുള്ളത് ചീഞ്ഞ് നാറിയാലേ. വാ, ഇതിന്റെ ഓണർ വന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാം. നമുക്ക് ഇതിലേ ഓടാം. എന്നെ പിടിക്കാൻ പറ്റില്ല. നല്ല സ്പീഡ് ഓട്ടത്തിന് കേട്ടോ. നീ തലവെച്ചോ. അവന്മാര് ഡൽഹിയില അല്ല, ന്യൂഡൽഹിയില്. കളവ് പറയുന്നതാ. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുമ്പോ അവരെ ഞങ്ങളൊന്ന് പഠിച്ച കാശ് കാണാം. അത് ഞങ്ങൾ ചെലവാക്കി. നിങ്ങൾക്ക് നിങ്ങളെ കാശ് കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അതെ, നമുക്ക് അവരവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റാതെ വലിയ കിളവന്മാര്. നമ്മുടെ ഇരട്ടകളെ തട്ടിക്കൊണ്ടുപോയ തെണ്ടിന്റെ അപ്പൻ ഇപ്പൊ നീ വെറുതെ ഉടക്കാൻ നിക്കണ്ട. ഞാൻ ഇന്ന് ഈ പച്ച ഷർട്ടേ ഇടൂ. അത് നീ അങ്ങ് ഒറ്റക്ക് തീരുമാനിച്ചാ മതിയോ? എന്തായാലും ശരി, ഞാൻ ഇന്ന് ഈ നീല ഷർട്ടേ ഇടൂ. പോടാ, എനിക്ക് ഇന്ന് ഈ ഷർട്ട് തന്നെ ഇടണം. എനിക്ക് ഈ നീല ഷർട്ട് ഇട്ടാ മതി. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഈ നീല ഷർട്ട് ഇട്ടോ, ഞാൻ ഈ പച്ച ഷർട്ട് ഇട്ടോളാം. ഏടാ മണ്ട, എന്റെ സമ്മതവും സഹായവും ഇല്ലാതെ നിനക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റൂലടാ. ഹലോ. ആ പ്രേമേട്ടാ, ഞാൻ നാൻസിയാ. ഇന്ന് 11 മണിക്ക് സുഭാഷ് പാർക്കിൽ പ്രേമേട്ടൻ തീർച്ചയായും വന്നിരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. തീർച്ചയായും ഞാൻ വരും. ഹലോ, ഇത് ഞാനാ, ദാസനാ. ദാസനാ? സംസാരിക്കും. വേറൊരു സ്ഥലം പറഞ്ഞു. ദാസേട്ടാ, ഇന്ന് കൃത്യം 11 മണിക്ക് ദാസേട്ടൻ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാ. വരണം, വരാതിരിക്കരുത്. പിന്നെ വരില്ലേ? 100 വട്ടം വരും.
എടാ പ്രേമ ഒരുമാതിരി വൃത്തിയേട് കാണിക്കരുത്. വൃത്തിയോട് കാണിച്ചത് നീയാ. വൃത്തികെട്ടവന്. ഇച്ചായ എല്ലാം അല്പം കൂടി പോകുന്നൊരു തോന്നൽ. എന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു തോന്നൽ? മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. നമ്മൾ അവരെ മനഃപൂർവ്വം പറ്റിക്കല്ലേ? ആ എന്തായാലും നിങ്ങൾ രണ്ടിനെയും ദൈവം വെറുതെ വിടില്ല. ഞാൻ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എനിക്ക് കിട്ടുന്ന പേരും പ്രശസ്തിയേക്കാൾ ഉപരി ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ വേർപെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു സാധാരണ ജീവിതം കിട്ടില്ലേ? പിന്നെ അവരെ കൊണ്ട് ഓപ്പറേഷൻ സമ്മതിപ്പിക്കാൻ ഈ ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കൽ ഈ സത്യാവസ്ഥകളൊക്കെ അറിയുമ്പോ ഇത്രയ്ക്ക് ആത്മബന്ധമുള്ള അവർക്കത് താങ്ങാൻ കഴിയുമോ? കഴിയും. പുതിയൊരു ജീവിതം കിട്ടുമ്പോൾ ആ സന്തോഷത്തിൽ അവരെല്ലാം മറന്നിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. നടന്നിട്ട് എത്തണില്ലല്ലോ. ഒന്ന് വേഗം നടക്കടാ. ഇല്ല കാര്യം പതുക്കെ നടക്കടാ. എടാ നിന്റെ തടിയും വലിച്ച് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. എഴഞ്ഞെഴഞ്ഞ് ഞാൻ ബീച്ചിലേക്കാ. എനിക്ക് പാർക്കിൽ പോണം. എന്നാ നീ പാർക്കിൽ പോയിക്കോ, ഞാൻ ബീച്ചിൽ പോകും. നീ ബീച്ചിൽ പോക്കോ, ഞാൻ പാർക്കിൽ ആ പോകാം. ഞാൻ ബീച്ചിലേക്കാ പോവാ, നീ പാർക്കിലേക്ക് പോയിക്കോ. നമുക്ക് പിരിയാം, അതാ നല്ലത്. ശരി ശരി, നമുക്ക് പിരിയാം പിരിയാം. പിരിയാ ആ പിരിയാം. പിരിയാ അതാ നല്ലത്. പിരിയാ പിരിയാ പിരിയാ. ആർക്കാണ് പിരി? ആർക്കാണ് പിരി? ആർക്കാണ് പിരിന്ന്? നിന്റെയൊക്കെ ഫാദറാണ് പിരി. എല്ലാവരും പറയുന്നത് എനിക്ക് പിരിയാണെന്ന്. എനിക്കല്ല, നിനക്കൊക്കെയാണ് പിരി. ഈ പിരിക്ക് കാരണക്കാരൻ നീയാണടാ. ഞാനോ? ആ ആർക്കാണ് പിരി? ആർക്കാണ് പിരി? ആർക്കാണ് പിരി? ആർക്കാണ് പിരി? പാവം തലക്ക് വട്ടുപിടിച്ച ആർക്കായാലും ഭ്രാന്ത് വരും. അയാൾക്ക് ഭ്രാന്ത് കൂടി മരിച്ചാ മതിയായിരുന്നു. ആ നല്ല ആളുകളാ. എത്ര നേരമായി ഞാൻ അവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. വാ, നമുക്ക് പാർക്കിൽ പോവാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നമുക്ക് ബീച്ചിലേക്ക് പോവാം. അവിടെ ആവുമ്പോ കടലമ്മയും കാണാം, കപ്പലള്ളി നിന്നാം. ബീച്ചിൽ പോണ്ട, പാർക്കിൽ പോവാം. ബീച്ചിൽ പോയാ മതി. ബുദ്ധിയില്ലാന്ന് എന്താ ഇതൊക്കെ? പ്രേമേട്ടൻ പറഞ്ഞതുപോലെ എനിക്കും പാർക്കിൽ പോയാ മതി. ആരാണ്? രുദ്രാക്ഷൻ. എന്താണ് പ്രശ്നം? പോലീസ് സബ് ഇൻസ്പെക്ടറാ. ഓഹോ, അതാണോ പ്രശ്നം? അല്ലച്ചോ, ഏതോ 2 ഇരട്ടകളെ കണ്ട് പേടിച്ചതാ. ചിരട്ടകളെ കണ്ട് പേടിച്ചെന്ന്? ചിരട്ടകളല്ലച്ചോ, ഇരട്ടകളാ. കപ്പ്യാരെ, ഇത് അത് തന്നെയാ, ഒരു സംശയമില്ല. കുരിയച്ചൻ ഔസേപ്പച്ചൻ എന്നു പേരുള്ള ഇരട്ടകൾ കഴിഞ്ഞ മാസം മരിച്ചിരുന്നു. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. അവർക്ക് ഏറ്റവും വെറുപ്പ് പോലീസുകാരോടായിരുന്നു. ഇത് അവര് തന്നെയാ. പറഞ്ഞയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കുഴിമാടത്തിൽ പ്രാർത്ഥനയൊക്കെ വേണ്ടി വരും. മര്യാദക്ക് നീ പോകുന്ന നല്ലത്. നീ എന്നെ വിളിച്ച ഇടിച്ച് നട്ടലൊടിക്കും ഞാൻ. മര്യാദ പോടാ. ഞാൻ എവിടെ പോവാനാ? നീ പോവില്ലല്ലേ? ഒച്ച വെക്കല്ലേ. പബ്ലിക് ന്യൂസൻസിന് പെറ്റിക്കെടുക്കും ഞാൻ. നീ പോകും, ഞാൻ നോക്കട്ടെ. അതിനെ പറ്റിയ കുരിശാണത്. അവൾക്ക് നിന്നോടാണുള്ള സ്നേഹം. അതുകൊണ്ടല്ലേ നീ പറഞ്ഞപ്പോ അവള് പാർക്കിലേക്ക് വന്നത്. എനിക്കെല്ലാം മനസ്സിലായടാ. കരഞ്ഞിട്ട് കാര്യമില്ല ദാസ, എല്ലാം വിധിയാണെന്ന് വിചാരിച്ചാ മതി. ഏതായാലും ഞങ്ങളുടെ കല്യാണത്തിന് നിന്നെ പ്രത്യേകം ക്ഷണിക്കും. നിനക്ക് ഡ്രസ്സോ വേറെ എന്ത് വേണമെന്ന് ചോദിച്ചാലും ശരി, ഞാൻ വാങ്ങിച്ചു തരാം. പോടാ ദുഷ്ട, ഇനി എനിക്ക് ജീവിക്കണ്ടടാ. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുക. അത് വളരെ നല്ല കാര്യമാ. പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ദുഃഖം മൂലം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കഴിക്കും ദാസ. നീ ചത്ത നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ ഞാൻ ഏറ്റു. ഞാനിപ്പോ കഴിക്കും. വേഗം കഴിക്കടാ. രാഹുകാലത്തിന് മുമ്പ് കുടിച്ചാൽ നേരെ സ്വർഗത്തിൽ പോവാം. ഞാനിപ്പോ കഴിക്കും. വച്ച് താമസിപ്പിക്കാതെ വേഗം കൂടി ദാസ. നല്ല കുട്ടിയല്ലേ? ഞാൻ കഴിച്ചോളാം. പക്ഷെ ഞാൻ ഈ വിഷം കഴിച്ച കൂടെ നീയും ചാവൂടാ പ്രേമ. ഞാൻ ഈ വിഷം കുടിച്ച അത് നേരെ ചെല്ലുന്നത് നമ്മളുടെ രണ്ടാളുടെയും വയറ്റിലേക്കായിരിക്കും. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കൂലടാ. നമുക്ക് ഒരുമിച്ച് ചാകാം. വാ. വേണ്ട ദാസ, കുടിക്കണ്ടടാ, കുടിക്കണ്ട. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. എനിക്ക് മരിക്കണ്ട ദാസ. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഓളെ പുല്ല് അങ്ങനെ